പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് പണിക്കർ. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ചങ്ങനാശ്ശേരി കുരിശുംമൂട്ടിലാണ്. കുരിശുംമൂട്ടിലെ മായാസ് പിസേറിയയിൽ. നമുക്കറിയാം, കോവിഡ് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലെ സ്ത്രീകൾ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതായത് വിവിധ തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ മായ കിഷോറും കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി. മായ കുറച്ച് പിസ്സ ഉണ്ടാക്കി. ഈ പിസ്സ ഉണ്ടാക്കി ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ കൊടുത്തപ്പോൾ അവര് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ പല പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഓരോ തവണയും അത് മെച്ചപ്പെടുന്നതായിട്ട് എല്ലാവർക്കും തോന്നി. അങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങാം എന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വിവിധ തരം ബിസിനസ്സിലേക്ക് മുന്നിട്ട് ഇറങ്ങുകയാണ്. എന്നാൽ വളരെ അപൂർവമായിട്ട് സ്ത്രീകൾ ഈ പിസ്സ നിർമ്മാണവും അത്തരത്തിലുള്ള ഒരു സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് മുന്നിട്ട് ഇറങ്ങുകയുള്ളൂ. അങ്ങനെ മായ കിഷോർ തുടങ്ങിയ സ്ഥാപനമാണ് മായാസ് പിസേറിയ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ മായാസ് പിസേറിയയും മായയെക്കുറിച്ചും ഈ ബിസിനസ് സംരംഭം എങ്ങനെയാണ് തുടങ്ങിയതെന്നും അതുപോലെ തന്നെ ഈ പിസ്സയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ചോദിച്ചറിയാം. ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. സ്ത്രീകൾ നമ്മുടെ സമൂഹത്തില് ബിസിനസ് തലത്തിലേക്കും അതുപോലെ വിവിധ തരം സംരംഭകരായിട്ടും മുന്നോട്ട് വരുന്നുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഈ എപ്പിസോഡിന്റെ ഉദ്ദേശം. നമസ്കാരം. നമസ്കാരം വിനോദ്. പിന്നെ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം? ഈ ലോക്ക്ഡൗൺ സമയത്ത് ക്വാറന്റൈൻ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ഒരു റിസോർട്ട് മാരാരിക്കുളത്തുണ്ട്. അവിടെ ആയിരുന്നു ഞങ്ങൾ ക്വാറന്റൈൻ ഇരുന്നത്. അപ്പം പിള്ളേർക്ക് ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ മോള് ചോദിച്ചു, അമ്മ ഒരു പിസ്സ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പരീക്ഷണം. അങ്ങനെ ഉണ്ടാക്കി. ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാമെന്നുള്ള രീതിയിൽ ചെയ്തു. അത് നല്ല ഇതായി. അങ്ങനെ എൻ്റെ വീട്ടിലും എൻ്റെ ഫാമിലിയിലുള്ളവർക്കും എല്ലാം കൊടുത്തു. അവരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അതായത് ഇപ്പം ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെയൊക്കെ നേടിയിരുന്നോ? ഒന്നും നേടിയിട്ടില്ല. കുക്കിംഗ് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. റിസോർട്ടിലാണെങ്കിലും ഷെഫ് ഉണ്ടെങ്കിലും ഞാൻ കയറി കുക്ക് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ തന്നെ ഒരു കൈപ്പുണ്യം എന്ന് വേണം പറയാം. പക്ഷെ ഇത് ഇപ്പം ഫുള്ളി ഇത് ഇവിടെ റൺ ചെയ്യുകയല്ലേ? ഞാൻ തന്നെയാണ് ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം. രാവിലെ എത്ര മണിക്ക് വരും? രാവിലെ ഒരു 9 ആകുമ്പോൾ. നമുക്ക് പിസ്സയുടെ ഷോപ്പ് ആയതുകൊണ്ട് 11 ഓപ്പൺ ആയാൽ മതി. എന്നാലും നമ്മൾ 9 മണിക്ക് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം തുടങ്ങും. 10 മണിയാകുമ്പോൾ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ സമയം തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട്? എനിക്ക് 4 സ്റ്റാഫാണുള്ളത്. ശരി. ഇത് കൂടുതലും നമ്മൾ ഹോം ഡെലിവറി ഒക്കെയാണ് അല്ലേ? കൂടുതലും ഹോം ഡെലിവറി. ഇപ്പൊ ടേക്ക് അവേ കൂടുതൽ വരുന്നുണ്ട്. ഗൂഗിളിലൊക്കെ റിവ്യൂസ് വായിച്ചു പറഞ്ഞൊക്കെ ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മെഷീനറീസ് ഒക്കെ? നമ്മൾ പിന്നെ എത്രയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തുകൊണ്ട് എനിക്കും ഇതുപോലെ ഒരു ഷോപ്പ് തുടങ്ങിക്കൂടാ എന്ന്. അപ്പം ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു മെഷീനൊക്കെ എത്ര വരും? മെഷീന് GST എല്ലാം കൂടി ഉൾപ്പെടെ എനിക്ക് എൻ്റെ മെഷീന് 1.25 ലക്ഷം രൂപ വന്നു. പിന്നെ ഇതിൻ്റെ ഡോ ചെയ്യുന്ന മെഷീന് അത് ഇമ്പോർട്ടഡ് ആയിരുന്നു. അതിനൊരു 60,000 വന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഇതിന്റെ ഫർണിഷിങ്ങും അതെല്ലാം കൂടി ഒരു മൊത്തം. നേരത്തെ ഇതൊരു ചെറിയ റൂമായിരുന്നു. അതിന് ഇത്ര
ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുവന്നു. അപ്പോൾ ഒരു 10 lakhs ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മൊത്തം ഒരു 10 lakhs ഇൻവെസ്റ്റ്മെന്റ് പിന്നെ വന്നിട്ടുണ്ട്. ഇപ്പം എത്ര പിസയൊക്കെ വിൽക്കുന്നുണ്ട് ഏകദേശം? അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും 50, 40 അങ്ങനെ അങ്ങനെ പല ദിവസങ്ങളിലാണ്. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, ഒരിക്കലും എന്റെ നഷ്ടമില്ല. എന്റെ മുതലെല്ലാം എനിക്ക് തിരിച്ചു വന്നു. എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലായിരുന്നു ഇത് ചെയ്തത്. ഓൺലി ഡെലിവറി മാത്രം, ഡെലിവറി ബോയ് വെച്ചുകൊണ്ട് ചെയ്യുമായിരുന്നു അന്ന്. പിന്നെ എന്നെ കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ വയ്യാതായി. അങ്ങനെയാണ് ഷോപ്പിലേക്ക് വന്നത്. ആൾക്കാർ വീട്ടിലോട്ട് വരാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഷോപ്പായി. എന്നാലും ഒരു വർഷം കൊണ്ട് മുടക്കിയ തീർച്ചയായിട്ടും. കാര്യം ഞാൻ തന്നെയല്ലേ ഇതിന്റെ എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട്. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഒരു പുതിയ എഡ്ജിന് വേണ്ടിയാണ്. ഫാഷന്റെ പുതിയ എഡ്ജ്, സ്റ്റൈലിന്റെ പുതിയ എഡ്ജ്, ടെക്നോളജിയുടെ പുതിയ എഡ്ജ്, ഗ്ലോബൽ ബ്രാൻഡുകളുടെ പുതിയ എഡ്ജ്. കണ്ണു തുറക്കൂ പുതിയ കാഴ്ചയിലേക്ക്. എഡിമാനിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ദ വിഷൻ എക്സ്പെർട്ട്, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, പത്തനംതിട്ട, അടൂർ. Get the edge. എത്ര തരം പീസാസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ ഒരു 12 ഓളം ഉണ്ട്. പക്ഷെ ഇനിയും ഉണ്ട്. എനിക്ക് എൻ്റെ ഐഡിയ എല്ലാം ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ട് തന്നെ ഇതങ്ങോട്ട് സാധിക്കുന്നില്ല. എന്നാലും പുതിയതെല്ലാം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. 12ഓളം വെറൈറ്റി ഉണ്ട്. നമുക്ക് പിന്നെ പിസ്സ ഉണ്ടാക്കുന്ന രീതികളും അതിന്റെ പിന്നെ വെറൈറ്റീസും നമുക്ക് ഇത് ഒന്ന് കാണാം. തീർച്ചയായിട്ടും. ഇത് പിസ്സയുടെ ബേസാണ് തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇത് ഞാൻ തന്നെ തയ്യാറാക്കിയ ടൊമാറ്റോ പ്യൂരിയാണ്. അതിലുള്ള ഇൻഗ്രീഡിയൻസും എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കണം. നമ്മളിതിൽ ചീസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പെരി പെരി ചിക്കനാണ്. സാധാരണ ചിക്കന് എല്ലായിടത്തും അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ അങ്ങനെയല്ല. ഇതിലോട്ട് അളന്നൊന്നും വെച്ചിട്ടില്ല. അത് നന്നായിട്ട് ഇട്ട് ഫില്ല് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത് വെച്ചിരിക്കുന്ന ബേസിലേക്ക് ഗ്രിൽ ചിക്കനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളപ്പോൾ പെരി പെരി ചിക്കനും ഗ്രിൽ ചിക്കനും എടുത്തു വെച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിംഗ്സ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പെരി പെരി ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഗ്രീൻ ക്യാപ്സിക്കം വെച്ച് കഴിഞ്ഞ് ഇനി റെഡ് പാപ്രിക്കയാണ് ഇടുന്നത്. ഇനി ബ്ലാക്ക് ഒലിവ്സ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഓണിയൻ ഇടുന്നു. അങ്ങനെ പെരി പെരി ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രിൽ ചിക്കനുള്ള ടോപ്പിംഗ്സ് ഇടാൻ പോകുന്നു.
പ്രചോദനമാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ റിട്ടേൺസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ എടുക്കും. അപ്പൊ ഇതുപോലെ ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഇപ്പം നമ്മളെ ഈ ചനാശ്ശേരി പോലെയുള്ള ഒരു ടൗണില് പുതിയതായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പിന്നെ ഉണ്ടാക്കുക, ഇത് വെച്ചിട്ട് എന്നും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ഇതൊരു ശ്രമകരമായ ഒരു ദൗത്യമാണ്. അപ്പം അതിന് തികച്ചും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഫ്യൂച്ചർ പ്ലാൻസ് ഇനിയും കൂടുതൽ ഷോപ്പുകൾ വരണമെന്നാണ് ആഗ്രഹം. അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുന്നു. ഓരോരുത്തരത്ത് കാണുന്നുണ്ട് ഷോപ്സ്. അതായത് ഈ മായ പിസേറിയ എന്നുള്ള ഒരു ബ്രാൻഡിനെ കൂടുതൽ വിപുലമാക്കിയിട്ട് കൂടുതൽ ബ്രാൻഡ് ഔട്ട്ലെറ്റ് തുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അല്ലേ? തീർച്ചയായിട്ടും. കാര്യം നല്ല ഭക്ഷണം ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പർപ്പസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എനിക്കറിയാം. കിഷോർ പിന്നെ ഒരു റിസോർട്ട് പിന്നെ ഉണ്ട് മാരാരി കുളത്ത്. അതുപോലെ തന്നെ മകള് ഒരു ഫിലിം സ്റ്റാർ ആണ്, പിന്നെ എയർ ഹോസ്റ്റസ് ആണ്. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൾ വാണി കിഷോർ, അവൾ മൂവിയിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവൾ കുവൈറ്റിലാണ്, ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. മകൻ എഞ്ചിനീയറാണ്. ഓക്കെ. രണ്ടാമത്തെ മോള് മദ്രാസ് MC ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. ഇപ്പോൾ ജോലിയായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടുത്ത ലക്കം വ്യത്യസ്തമായ ഒരു പുതിയ എപ്പിസോഡുമായിട്ടും അല്ലെങ്കിൽ മോട്ടിവേഷനുള്ള ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. എന്നോടൊപ്പം ക്യാമറാമാൻ അനീഷ് ഓവലി. നന്ദി, നമസ്കാരം.